ഹലോ, സുറൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ മാമ്പഴ പുളിശ്ശേരിയാണ് തയ്യാറാക്കാനായി പോകുന്നത്. അതിനായി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 8 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലൊരു മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് ചെത്തിയെടുക്കണം. ഇതിങ്ങനെ ഇട്ടിട്ടാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുക. പക്ഷേ അണ്ടി ഇതിൽ ഇടണ്ടെന്ന് വിചാരിച്ചിട്ട് അണ്ടിമെന്ന് നമ്മൾ ഈ മാങ്ങയുടെ കഴമ്പൊക്കെ ചെത്തി ഇതിൽ ഇടുകയാണ്. അധികം ചെറിയ കഷ്ണമാക്കാതെ വലിയ കഷ്ണമാക്കി തന്നെ ഇതിൽ ഇടുകയാണ്. എന്നിട്ടാണ് നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിനായി നമുക്ക് ആദ്യം ഇത് ശരിയാക്കി അടുപ്പത്ത് വെക്കണം. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ നമ്മളിതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് 1/4 ടീസ്പൂൺ മുളകും പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. അത് വീട്ടിലുണ്ടായ മുളകായത് കൊണ്ട് ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട്. വലിയ മുളകാവുമല്ലോ പീടികയിൽ നിന്ന് വാങ്ങിക്കുന്നത്, അപ്പോൾ അധികം വേണ്ടല്ലോ. അപ്പോൾ അതൊരു 5-8 മുളക് എടുത്തിട്ടുണ്ട്. ഓക്കെ. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നെയ്യാണ്. അപ്പോൾ ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് വെള്ളവും ആവശ്യത്തിന് ഒഴിച്ച് അടുപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോഴേക്കും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഓക്കെ. അപ്പോൾ ആദ്യം നമുക്ക് ഈ മാങ്ങ ഒന്ന് ചെത്തി ശരിയാക്കി എടുക്കണം. ഇത് ഇങ്ങനെ തന്നെ വലിയ കഷ്ണമായിട്ട് കിടക്കുന്നതാണ് നല്ലത്. ഇത് ഇങ്ങനെ മാങ്ങ ഒന്നിച്ചാണ്ടിട്ടിട്ട് ഉണ്ടാക്കാറാണ്. പക്ഷേ അത് അണ്ടിയൊക്കെ അതിലിങ്ങനെ കെടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇനി ഇതൊന്ന് തിരുമ്പി കൊടുക്കണം നന്നായിട്ട്. ഈ മസാല ഒക്കെ ഇട്ടിട്ട്, മസാല അധികമൊന്നുമില്ല. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളകും പൊടിയുമാണ് ഇതിലിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പിന്നെ ഇതിൻ്റെ സ്പെഷ്യലായ നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നെയ്യ് 1 ടീസ്പൂൺ, 1.5 ടീസ്പൂൺ, 2 ടീസ്പൂൺ, അതിൽ കൂടുതൽ ആവശ്യമില്ല. അതിൽ ഏതെങ്കിലും അളവിന് കൊടുത്താൽ മതി. അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ കിട്ടും നമ്മളിതിൽ നെയ്യ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നെയ്യും ചേർത്തുകൊണ്ട് നമുക്ക് നന്നായി ഒന്ന് തിരുമ്പി കൊടുക്കാം. ഇപ്പോൾ മാമ്പഴക്കാലം ആയതുകൊണ്ട് തന്നെ മാങ്ങ ഇഷ്ടംപോലെ കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരുവിധം എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഗ്യാസിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോഴത്തേനും അരപ്പ് തയ്യാറാക്കാം. ഇപ്പോൾ നമ്മളിത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിൽ ശർക്കര പാനീയം ഇതൊന്ന് ഒഴിച്ചു കൊടുക്കണം. ആദ്യം ഇതൊന്ന് തിളക്കട്ടെ. ഇപ്പോൾ ഇതൊന്ന് തിളച്ച് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ശർക്കര പാനീയം ഒഴിച്ചു കൊടുക്കാം. ഒരു കഷ്ണം ശർക്കരയാണ് അച്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അപ്പോഴേക്കും നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. ഇത് 1.5 മുറി തേങ്ങയാണ്. പിന്നെ 1/2 കപ്പ് തൈരും 1/2 ടീസ്പൂൺ നല്ല ജീരകവും ആണ്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഉപ്പ് നോക്കിയപ്പോൾ കുറച്ചുകൂടി ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ച അരപ്പ് ഒഴിച്ച് കൊടുക്കാം.
ഇനി നമുക്ക് ഇതൊന്ന് കടുകും വറ്റൽമുളകും വേപ്പിലയും ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. അത് നമ്മൾ വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കേണ്ട, നെയ്യിൽ തന്നെ പൊട്ടിക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഞാനിവിടെ നെയ്യിലാണിത് പൊട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതും കൂടി ഉണ്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം. ഇതിനോടൊപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷുവാശംസകളും നേരുന്നു. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. നാല് മുളകാണ് നമ്മളിതിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പുളിശ്ശേരി കടുക് പൊട്ടിക്കലും കഴിഞ്ഞു. സൂപ്പർ പുളിശ്ശേരിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പുളിശ്ശേരി റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ മാങ്ങയൊക്കെ സുലഭമായി കിട്ടുന്ന ഒരു സമയമാണല്ലോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം, ലൈക്ക് അടിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബായ്.